മുട്ടിന്മേലിരുന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, പിതാവേ ഈ പാനപാത്രം എന്നെ വിട്ട് നീങ്ങട്ടെ. നമുക്കും അത് തന്നെ പറയാം. കർത്താവ് കാണിച്ച മാതിരി, കർത്താവ് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, ഞങ്ങൾ അനുഭവിക്കുന്ന ശൂന്യതകൾ, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എല്ലാം ഞങ്ങളുടെ പാനപാത്രങ്ങളാണ്. ഈ പാനപാത്രം ഞങ്ങളിൽ നിന്ന് മാറിയേ മതിയാവും. ഹൃദയം കൊണ്ട് പറഞ്ഞാട്ട്, കർത്താവ് ഈ പാനപാത്രം ഞങ്ങളിൽ നിന്ന് മാറണം. ഈ ക്രൂശിന്റെ ധ്യാനത്തിൽ, ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങളുടേതായ ഈ പോരുകൾ മാറണം. കർത്താവ് മാറിയേ മതിയാവും. എന്നാൽ പിന്നത്തിൽ ഒരു വാക്കും കൂടെ പറയണം, എന്നാൽ ഞങ്ങളുടെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറും. ഹൃദയം കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കും, ഹൃദയം കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കും. പിതാവേ ഈ പാനപാത്രം ഞങ്ങളെ വിട്ട് നീങ്ങട്ടെ. ഈ പാനപാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ പറയണം. ഞങ്ങൾ അനുഭവിക്കുന്ന ശൂന്യതകൾ, ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, ഞങ്ങൾ അനുഭവിക്കുന്നതായ തിരോധാനങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന നഷ്ടങ്ങൾ എല്ലാം ഞങ്ങളിൽ നിന്ന് മാറണം. കർത്താവേ എല്ലാം മാറണം. എന്നാൽ ഞങ്ങളുടെ ഇഷ്ടമല്ല അങ്ങയുടെ. ഇതാണ് ഗത്സമന്റെ ധ്യാനം എന്ന് പറയുന്നത്. നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടേതായ നഷ്ടങ്ങളെ തിരികെ എടുക്കുവാൻ, നമ്മുടേതായ വേദനകളെ മാറ്റിത്തരാനുള്ള അഭ്യർത്ഥനയാണ് ആമേൻ ഗത്സമന്റെ. കർത്താവ് പറഞ്ഞത് അപ്രകാരമാണ്. പിതാവേ ഈ പാനപാത്രം എന്നെ വിട്ട് നീങ്ങട്ടെ. എന്നാൽ സ്വർഗം അത് അംഗീകരിച്ചു കൊടുത്തില്ല. സ്വർഗം കർത്താവിനെ ഭൂമിയിൽ അയച്ച് 33.5 വർഷം ഇവിടെ ആക്കി വെച്ചത് ഒരു വലിയ കർത്തവ്യം നിർവഹിക്കാനാണ്. ഈ കഷ്ടം സഹിച്ച് മരിച്ച് ആ രക്തം കൊണ്ട് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് അയച്ചത്. പക്ഷേ എന്നാൽ നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. നമുക്ക് പലപ്പോഴായി വരുന്നതായ ശൂന്യതകൾ, കഷ്ടങ്ങൾ മാറ്റിത്തരുവാൻ എൻ്റെ കർത്താവ് തന്നെ നമുക്കൊരു മാതൃകാ പ്രാർത്ഥന വെച്ചിരിക്കാം. കർത്താവ് ഈ പാനപാത്രം എന്നെ വിട്ട് നീങ്ങുന്നു. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറും. പൂർണ്ണ പ്രത്യാശയോടൊന്ന് പ്രാർത്ഥിക്കാം, പൂർണ്ണ ഗൗരവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ട്. കർത്താവെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നേരായ രീതിയിൽ വരണം. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം. കടബാധ്യതകൾ മാറണം. എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം. ഈ ക്രൂശിൻ്റെ ധ്യാനത്തിൽ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവെ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ഇഷ്ടമല്ല, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ഒരു ഇഷ്ടമുണ്ടല്ലോ കർത്താവെ, അത് നടക്കുവാൻ തക്കം നമ്മുടെ ആകട്ടെ. അത് നടക്കുവാൻ തക്കം നമ്മുടെ ആകട്ടെ. സ്വർഗീയപിതാവേ, നിന്റെ ഇഷ്ടം ഞങ്ങളിൽ എന്തോ അത് നടക്കട്ടെ. ഗത്സമന്റെ തോട്ടത്തിൽ കർത്താവിനോടൊപ്പം നമ്മളായിരിക്കുന്നു. ഇതാ ഒരു ആരവം മുഴങ്ങുന്നുണ്ട്. പടയാളികൾ വരുന്നു. മഹാപുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ആ കൂട്ടത്തിൽ യൂദാസുമുണ്ട്. ഇതാ അവർ ഗത്സമന്റെ തോട്ടത്തിനകത്തെത്തുന്നു. കർത്താവിനെ പിടിക്കുന്നു. ചങ്ങല കൊണ്ട് ബന്ധിച്ച് കർത്താവിനെ കൊണ്ടുപോവുകയാണ്, വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. നാം അവരോടൊപ്പം പോകാൻ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളതായ ആ സംഭവത്തെ നമ്മളിതാ അയവിറക്കുകയാണ്. ഇപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിതാ ഗത്സമന്റെ തോട്ടത്തിലാണ്. പിലാത്തോസിന്റെ അരമനയിൽ നാം നിൽക്കുന്നു. എന്താ കാണുന്നത്? യേശുക്രിസ്തുവിനെ വിസ്തരിക്കുകയാണ്. പിലാത്തോസ് പറഞ്ഞു, ഞാൻ ഈ മനുഷ്യരിൽ ഒരു കുറ്റവും കാണുന്നില്ല. പിലാത്തോസ് കൈ കഴുകി. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിലാത്തോസ് കൈ കഴുകി. നിങ്ങൾക്കറിയാമോ, വാസ്തവമായിട്ട് അവൻ നീതിമാൻ തന്നെയാണ്. എന്നാൽ പിലാത്തോസ് പിന്നത്തെ മാറ്റി പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയി അവനെ ക്രൂശിച്ച് കൊല്ലുന്നു. അതിൻ്റെ ആദ്യപടിയായി ഗബഥായുടെ കൽത്തറത്തിൽ ഒരു കൽത്തൂണിൽ കെട്ടിവെച്ച് 39 ചാട്ടവാറടികൾ ഒന്നിനു പുറകെ ഒന്നായി എൻ്റെ കർത്താവിൻ്റെ പുറംമൊഴിയിൽ നിന്ന് അതിൻ്റെ ആ അടികൾ നിങ്ങളുടെ ശരീരത്തിൽ വീഴുന്നത് പോലെ ഒന്ന് സങ്കല്പിച്ച് നോക്ക്. സാധിച്ചാൽ ഞാൻ സങ്കല്പിക്കുമ്പോഴും ഞാൻ ഞെട്ടിത്തെറിക്കാറുണ്ട്. ആ അടി ഓരോ ആമേൻ കുപ്പിച്ചില്ലും മുള്ളും ആണിയും ആമേൻ ചൂണ്ടയും ഒക്കെ ഒരുത്തു കെട്ടിയതായ ചാട്ട കൊണ്ട് അടിക്കുമ്പോൾ ആ ചാട്ട ശരീരത്തെ ഉഴുതു മറിച്ചുകൊണ്ട് തന്നെ ആ ചാലുകളിലൂടെ രക്തമൊഴുകുന്നു താഴോട്ട്. ഗബഥയുടെ കൽത്തളം രക്തക്കളമായി മാറി. എൻ്റെ യേശുവിൻ്റെ വിലാപ്പുറം ഇതാ കീറി മുറിയിച്ചുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി 39 ചാട്ടവാറടികൾ എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി. എന്തിലേക്ക് വേണ്ടിയാ ഈ ചാട്ടവാറടി കർത്താവേണ്ടത്? തൻ്റെ മക്കളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി. ഒരു രോഗവും നിന്റെ മേൽ ഇനി ഇരിക്കാൻ പാടില്ല. കാരണം കർത്താവ് തീർത്തു തന്നു. 39 ചാട്ടവാർ തൻ്റെ ശരീരത്തിലേറ്റ് കർത്താവ് നമ്മെ രോഗവിമുക്തരാക്കി, രോഗസൗഖ്യമുള്ളവരാക്കി നോക്കി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു മരിക്കുന്നു. നമ്മളത് വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിച്ചോണ്ട് പറ,
ആ ചാട്ടവാറടികളുടെ അനുഗ്രഹം ഞാനിതാ സങ്കല്പത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഓരോ അടിയും നിന്റെ ചുമലില പടയാളികൾ അടിക്കുന്നത് എന്നൊന്ന് സങ്കല്പിച്ചാൽ മാത്രം മതി. അതൊരു കൂട്ടായ്മയാണ്. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയാണ്. അവൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ നീയും ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ടൊരു കൂട്ടായ്മ. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. സാധിക്കോ? ഇത് ദൈവം തന്നൊരു മർമ്മമാണ്. അത് അനുഭവിച്ചാൽ ഒന്ന് സങ്കല്പിച്ചാൽ മതി. നിങ്ങൾക്ക് ഇവിടെ സാധിക്കും. വീട്ടിൽ ചെന്നിരുന്നെങ്കിൽ ഓരോ അടിയും നമ്മൾ വന്ന് വീഴുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് ഞെട്ടും. ആ വേദനയുടെ ആ സങ്കല്പം, ആ കൂട്ടായ്മയുടെ സങ്കല്പം. ഹല്ലേലൂയ. ഇത് ചില ദൈവദാസന്മാർ പരീക്ഷിച്ച് അറിഞ്ഞ് അവർക്ക് വിടുതൽ ലഭിച്ചത് കൊണ്ടാണ് അവർ എഴുതി വെച്ചിരുന്നത്. പൗലോസ് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നാം അനുഭവിച്ചറിയണം. അങ്ങനെ ഏത് വിധേനയും പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ. അങ്ങനെ അന്ധകാരത്തിൽ നമ്മോട്ട് പോകുമ്പോൾ പരിശുദ്ധ നമ്മുടെ മേൽ കയറി വരുവാൻ പറ്റും. ആ കൂട്ടായ്മ അനുഭവിച്ച് ഇതാ ഒരു ചാട്ട കർത്താവിന്റെ ചുമലടിച്ച് ചാട്ട ഇതാ പറന്നു വരികയാണ്. നമ്മുടെ മേലാണ് വരുന്നത്. കാരണം അത് കൂട്ടായ്മയാണ്. ദുഷ്ടന്റെ പല്ലുകൾ ഉരുകട്ടെ, ദുഷ്ടന്റെ പല്ലുകൾ അടർന്നു മാറട്ടെ. നിനക്കെതിരെ മന്ത്രവാദത്തിന്റെ ക്ഷുദ്രത്തിന്റെ കെട്ടുകളിട്ട് നിന്റെ കുടുംബത്തെ തകർത്ത് മുൻപോട്ട് വിടുകയില്ല എന്ന് വാദിച്ച് നിന്നെ ഉരുക്കിലാക്കിയിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തി ഉരുകുവാൻ ഈ ചാട്ടവാറടി. ആമേൻ. ഹല്ലേലൂയ. ധ്യാനിച്ച് കുഞ്ഞുങ്ങളെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ദുഷ്ടശക്തിയിൽ ബന്ധിരിക്കുകയാണ്. ഞാനത് കണ്ടു. എൻ്റെ പല്ലുകൾ സർപ്പത്തിന്റെ പല്ല് പറിച്ചാൽ ആമേൻ അവൻ നിർവീര്യമാകുന്നത് പോലെ സർപ്പത്തിന്റെ പല്ലുകൾ പിശാചിന്റെ പല്ലുകളെ ഓരോന്നായിട്ട് പറിച്ചെടുക്കും. കൂടെ കടിച്ചു നിന്നെ അവശനിലയിലാക്കിയ ശത്രുവിനെ നീ ഓർമ്മിക്കുന്നില്ലേ? ബന്ധുക്കളിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും ആമേൻ നിന്റെ നേരെ വരുന്ന ആക്രോശങ്ങൾ, വെല്ലുവിളികൾ, ഇതെല്ലാം ദുഷ്ടന്റെ തന്ത്രങ്ങളാണ്. ഇതെല്ലാം യേശുവിന്റെ ആമേൻ 39 ചാട്ടവാറടി മുഖാന്തരം ഞങ്ങളിതാ തകർത്തു മാറ്റുകയാണ്. ഞാനിത് യേശുവെ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ കരുണ തോന്നുന്നേ. ഇതാ പടയാളികൾ അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു. നമ്മൾ ധ്യാനിക്കുക, രൂപതടിക്കല്ലേ. ആ സംഭവത്തെ നമ്മൾ ധ്യാനിച്ച് ശക്തി പ്രാപിക്കുന്നത് പൗലോസ് എഴുതി വെച്ചിരുന്ന കാര്യമാണ്. അതിന്റെ കഷ്ടാനുഭവങ്ങൾ കൂട്ടായ്മ അനുഭവിച്ചറിയുന്നു. അല്ലാതെ ലോകം മുഴുവൻ പുരുഷന്മാരാണ് നടക്കുന്ന ശിരോപായായിട്ട് ആരും സങ്കല്പിക്കരുത്. ഇത് വാസ്തവമായിട്ടും അന്ന് എൻ്റെ അപ്പൻ അനുഭവിച്ച അപ്പന്റെ അനുഭവത്തിനൊരു കൂട്ടായ്മ നമ്മൾ കൊടുക്കുകയാണ്. അത് വേദവസ് ഉള്ളത് കൊണ്ട് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നാം അനുഭവിച്ചറിയുന്നു. അങ്ങനെ ഏത് വിധേനയും പരിശുദ്ധാത്മാവിന്റെ സംഭരണം നമ്മുടെ ആത്മാവിലുണ്ടാകണം. പലരും പരിശുദ്ധാത്മാവില്ല. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വർദ്ധിക്കാൻ വേണ്ടിയാ. നിങ്ങളത് ധ്യാനിക്കണം. ഇതാ നിങ്ങളുടെ ചുമലിൽ അടി വരുന്നു. യേശുവിനെ അടിച്ച അടി. നിങ്ങൾ ആ കൂട്ടായ്മയിൽ പങ്കുചേര് യേശുവിന്റെ നാമത്തിൽ. ഒന്ന് ഞെട്ടിയോ ആരെങ്കിലും? ആ അടി വന്ന് വിടുന്നെന്ന് പറയുമ്പോൾ ഞെട്ടിയെങ്കിൽ നിങ്ങളുടെ ഭൂതം പോയിട്ടുണ്ട്. അവൻ 39 ചാട്ടവാറകൾ ഒന്നിനു പുറകെ ഒന്നായി അത് യേശുവിന്റെ ചുമലിൽ വീഴുന്നത് എന്റെ ചുമലിൽ വീണുകൊണ്ടിരിക്കുക. കൂട്ടായ്മയാണ്. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ഞാനത് കാണുന്നു. കുഞ്ഞുങ്ങളെ ആ അന്ധകാര ശക്തികൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുവാൻ, രോഗബാധകൾ, പിശാചിന്റെ കുടിയേറ്റങ്ങൾ, കുടിയിരിപ്പ് നിന്റെ ഭവനത്തിൽ മാറുവാൻ തക്കണം. സ്വർഗ്ഗത്തീ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. തലയിൽ ഒരു പുൽക്കിരീടം. നമ്മുടെ ശാപങ്ങൾ തീരുവാൻ, പൂർവിക ശാപങ്ങൾ കുടുംബത്തിലുള്ള നിന്ന് മാറുവാനാണ് കർത്താവ് തന്റെ തലയിൽ ഒരു പുൽക്കിരീടം വെച്ചിട്ടുണ്ട്. ആ പുൽക്കിരീടം വെച്ചുകൊണ്ട് അതിൻ്റെ മേൽ ചാട്ട കൊണ്ട് അടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളൊന്ന് സങ്കല്പിച്ചെങ്കിൽ നിങ്ങളുടെ തലയിൽ ഒരു പുൽക്കിരീടം വെച്ചിട്ട് ഒരു ചാട്ട കൊണ്ട് അതിൻ്റെ മേൽ അടിച്ചാലുള്ള അനുഭവം നിങ്ങളൊന്ന് ഞെട്ടും. ഇതാ നിങ്ങളുടെ തലയിൽ മുൾക്കിരീടം. ഇതാരോ ഒരു പടയാളി വന്ന് ഒറ്റ അടി തലയ്ക്ക് മുകളിൽ. ആ മുള്ളുകൾ നിങ്ങളുടെ തലയ്ക്കുള്ളിലേക്ക് ആഴ്ന്നിറക്കി പോകുന്നു. സങ്കല്പിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ തലയോട് പോരാടുന്ന ബുദ്ധിയെ മന്ദീഭവിക്കുന്ന അന്ധകാശിക്കുണ്ടല്ലോ, ഇപ്പൊ എരിഞ്ഞു പോകുവാൻ തക്കം നമ്മുടെയാണ്. ആമേൻ. സ്തോത്രം. ഇതാ ഭാരതേറിയ ഒരു കുരിശ് കർത്താവിന്റെ തോളിൽ വെച്ച് നിന്റെ തോളിൽ കൊണ്ടൊന്ന് വയ്ക്കുക. ചുമക്കാൻ പറ്റുമോ? കാൽവരിവരെ ചുമന്നുകൊണ്ട് പോകാൻ പറ്റുമോ? ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയാൻ പറ്റുമോ? ആമേൻ. വേദപുസ്തകം പറയുന്നത് നമ്മുടെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയാം. ആ ക്രൂശിൽ ചുമന്നുകൊണ്ട് നിങ്ങൾ പോവുകയാണ്. കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കുക തന്നെത്താൻ എന്റെ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ.
ആമേൻ. ആ അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതാ പോകുന്നത്. ക്രൂശുമെടുത്തുകൊണ്ട് ഹല്ലേലൂയ. ആ ക്രൂശുമെടുത്തു കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാമെന്നെ ദൈവം മിത്രമാക്കി. ആ സ്നേഹം മുഖാന്തരമാണ് മിത്രമായത്. കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാമെന്നെ ദൈവം മിത്രമാക്കിയേ. രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി. ഈ സ്നേഹസ്വരൂപൻ എൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ എൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, ലോകത്തിൽ സൗഖ്യമായി. ഘോര വിപത്തുകൾ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ എൻ ആത്മസ്നേഹിതൻ. ഒരു പൂർണ്ണ ശുദ്ധീകരണം നടക്കട്ടെ. ഒരിക്കലും ഞാൻ കൈവിടുകില്ല നിന്നെ. ഭയപ്പെടാതെ ഞാൻ നിൻ കൂടെയുള്ളതാ. ഒരിക്കലും ഭയപ്പെടേണ്ട. രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറട്ടെ. ശാപങ്ങൾ മാറട്ടെ. ഭാരങ്ങൾ മാറട്ടെ. കർത്താവ് വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം ഒരു വിടുതലിന്റെ അനുഭവമാണ് കുടുംബത്തിൽ. ഹല്ലേലൂയ. മന്ത്രവാദ കെട്ടുകൾ മാറുകയാണ്. ക്ഷുദ്ര കെട്ടുകൾ മുഖാന്തരം ജീവിതത്തെ തകർത്ത് പിശാചിന്റെ തല തകരുകയാണ്. യെസ്, ഹല്ലേലൂയ. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഒരിക്കലും നീ ബന്ധുഭാഗത്തിലെ കർത്താവ് കൂടെ ഉണ്ട്. ദുഃഖത്തിൽ ആശ്വാസമായി, ലോകത്തിൽ സൗഖ്യമായി. ഘോര വിപത്തുകളിൽ എന്നെ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ എൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ എൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ എൻ ആത്മസ്നേഹിതൻ. ലയിച്ചു ചേരാം. ആ ക്രൂശീകരണത്തിൽ നമുക്കൊന്ന് ലയിച്ചു ചേരാം. അവന്റെ കഷ്ടാനുഭവങ്ങളെ കൂട്ടായ്മ ലയിച്ചു ചേരണം. വിടുതലുണ്ട് കുഞ്ഞുങ്ങളെ. ഇത് വിടുതലുള്ളതുകൊണ്ടാണ് ഈ ശുശ്രൂഷയോട് നടക്കുന്നത്. പലർക്കും ഇത് ഇഷ്ടമല്ല. കാരണം എന്ന് പറഞ്ഞാൽ പിശാച് നിലവിളിച്ചോണ്ട് ഓടുന്നത് ഞാൻ കാണുന്നു. പിശാചിന്റെ സകല തന്ത്രങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത്, കുഞ്ഞുങ്ങളുടെ മേൽ, നിന്റേതായ വസ്തുക്കളുടെ മേൽ, നിന്റേതായ തൊഴിലിന്റെ മേൽ അവന്റേതായ കടന്നുകയറ്റം ഉരുകി മാറുന്നതാണ് ഈ ശുശ്രൂഷ. അവന്റെ കഷ്ടാത്മയുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുമ്പോൾ പിശാചിനെ തല തകരുവാൻ തക്കോണം അവിടെയാകും. ഞങ്ങൾ വിജയശ്രീലാളിതരായി ഇതാ ഭാരമേറിയ കുരിശിൽ ചുമന്നുകൊണ്ട് കർത്താവ് മുമ്പോട്ട് പോകും. നാം അവനോടൊപ്പം നടക്കാം. എന്താ ശബ്ദം കേൾക്കുന്നത്? ആമേൻ. അത് സ്ത്രീകളുടെ കരച്ചിലാണല്ലോ. ഒരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ? യെരൂശലേം സ്ത്രീകൾ വാവിട്ട് നിലവിളിച്ച് കരയുന്നു. വാവിട്ട് നിലവിളിച്ച് കരയുന്നു. എന്താ കാരണം? കഴിഞ്ഞ ദിവസം വരെ അവർക്ക് ആദരവ് നൽകിയ കർത്താവ് ഇന്നിതാ ഒരു കൊലയാളി പോലെ, ഒരു കുറ്റക്കാരനെ പോലെ ക്രൂശിക്ക് വന്നുകൊണ്ടുവരും. ആമേൻ. അവർ നിലവിളിച്ചപ്പോൾ കർത്താവ് അവരെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നു. ആമേൻ. കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നു. നമ്മുടെ മക്കളുണ്ടല്ലോ, അവരുടെ ഒരു ഭാവി കർത്താവിൽ സുരക്ഷിതമായിരിക്കാൻ അല്പനേരം കരഞ്ഞതുകൊണ്ട് ഒരു തെറ്റുമില്ല. കരഞ്ഞു. കർത്താവെ, അവർ വഴിതെറ്റിപ്പോകാൻ അനുവദിക്കരുത്. അവർ വളർച്ച പൂർത്തിയാകുമ്പോൾ, വളരുമ്പോൾ സെൻട്രൽ ജയിലല്ല കാണാനുള്ളത്. അവരെ നല്ല സുവിശേഷകന്മാരായിട്ട്, ദൈവ ശുശ്രൂഷകന്മാരായിട്ട് കാണുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിത്യതയിലെത്തുവാൻ, സ്വർഗത്തിൽ ഉണ്ടായിരിക്കുവാൻ തക്കോണം
കർത്താവെ ജയിലിൽ കിടന്ന് കത്ത് നരകത്തിൽ പോകാനല്ല കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആമേൻ വിശുദ്ധരായി ജീവിക്കാൻ കേൾപ്പിച്ചു കൊടുക്കുന്നു. ആമേൻ ഹല്ലേലൂയ. യെരൂശലേം സ്ത്രീകളോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കും. ഈ ക്രൂശിന്റെ ധ്യാനത്തിൽ ഉപവാസത്തിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയുള്ളതായ പൂർണ്ണ സമർപ്പണം നടക്കട്ടെ. പൂർണ്ണ സമർപ്പണം. ഓരോരുത്തർക്കും എത്ര കുഞ്ഞുങ്ങളുണ്ട്? 2, 3, 4 കുഞ്ഞുങ്ങളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഒരു വിടുതൽ ഈ സമയത്ത് നടക്കുകയാണ്. ആമേൻ. യെരൂശലേം സ്ത്രീകളോട് എൻ്റെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ സഹോദരൻ ബന്ധുമിത്ര ചാർച്ചക്കാർ അവരൊക്കെയും അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ക്രൂശിനെ ധ്യാനം. ഇതാ പിന്നെയും മുമ്പോട്ട് നടക്കുമ്പോൾ ആരോ ഒരാൾ വരുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഇതാ കുറേനക്കാരനായ ശിമോൻ, അവൻ കുറേനയിൽ നിന്നും പെസഹാചരിക്കാൻ വന്നവനാണ്. ഹല്ലേലൂയ. കുറയാതിരിക്കാൻ നിർബന്ധം കൊണ്ടാണ് അവൻ ആ ക്രൂശേറ്റെടുത്ത് കർത്താവിൻ്റെ ക്രൂശേറ്റ് തൻ്റെ തോളിൽ വെച്ച് മുമ്പോട്ട് നടക്കുക. കർത്താവ് ആമേൻ അവനെ അനുഗ്രഹിച്ചു. അവന്റെ മക്കളായ അലക്സും റൂഫസും കർത്താവിൽ പ്രശസ്തരാകുവാൻ തക്കോടുകൂടിയായി. ഹല്ലേലൂയ. എന്തുകൊണ്ട് തലമുറകളെ അനുഗ്രഹിക്കുമോ എന്ന് ഒരു സംശയമുണ്ടോ? ഒരിക്കലും സംശയിക്കേണ്ട. ക്രൂശ് ചുമന്നാൽ മറ്റുള്ളവർ പറയും ബന്ധക്കോസിൽ പോയി ആമേൻ താലിയേർക്കും. കളിയാക്കുമ്പോൾ പറ, എന്റെ തലമുറയ്ക്ക് എന്റെ ദൈവം ഒരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളോടൊപ്പം കർത്താവുണ്ട്. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മകൾ അനുഭവിച്ചറിയുമ്പോൾ തലമുറയെ മാനിക്കുന്ന ഒരു ദൈവം. കർത്താവിന്റെ ക്രൂശ് ചുമന്നതായ കുറേനക്കാരനായ ശിമോന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. അവർ ക്രിസ്തുവിൽ പ്രശസ്തരായി. ഇവൻ ഇങ്ങനെ പറയുന്നു, അതേ അലക്സാണ്ടർ റൂഫസ് കർത്താവിൽ പ്രശസ്തരായി തീർന്നു. എന്തുകൊണ്ട്? അവർ യേശുവിന് വേണ്ടി ആമേൻ യേശുവിന്റെ ക്രൂശ് ചുമന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഈ ക്രൂശ് ചുമക്ക്. ഒരുപക്ഷെ പലരും പുലർത്തി പറഞ്ഞെന്ന് വരും, പലരും നിങ്ങളെ വേദനിപ്പിച്ചെന്ന് വരും, പലരും നിങ്ങളെ ആമേൻ ആ പൊട്ടക്കൊല്ലത്തി എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കിയെന്ന് വരും. സാരമില്ല. നിങ്ങൾ യേശുവിന് വേണ്ടി, യേശുവിന്റെ പടയാളികളെ, യേശുവിന് വേണ്ടി, യേശു ഞങ്ങളുടെ കാര്യം മറ്റൊരുത്തിനും രക്ഷയില്ല. നിങ്ങൾ യേശുവിന്റെ പുറകെ. ഇതാ പടയാളികൾ നോക്കി നിൽക്കെ കുറേനക്കാരനായ ശിമോൻ ആ ക്രൂശ് ചുമന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. കാൽവരിയുടെ നെറുകയിലെത്തിയപ്പോൾ പടയാളികൾ യേശുവിന്റെ വസ്ത്രം പിരിഞ്ഞു നഗ്നനാക്കി. ആ മുറിപ്പാടുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. അവന്റെ മുറിപ്പാടുകളിൽ നിന്ന് ധാരാളമായ രക്തം ആ കാൽവരിയുടെ നെറുകയിൽ ഒഴുകുവാൻ തുടങ്ങി. അവനെ ക്രൂശോട് ചേർത്ത് കിടത്തി 2 കരങ്ങളിൽ ആണിയടിക്കുക. നിങ്ങളത് സങ്കല്പിച്ചോ, നിങ്ങളുടെ കരങ്ങളിലാണ് ഒരു ക്രൂശോട് ചേർത്ത് ആണിയടിച്ചിരുന്നത്. അതൊരു കൂട്ടായ്മയാണ്. നിങ്ങളും ക്രൂശിൽ തറയ്ക്കപ്പെട്ടു എന്ന് അതിലേനം പറയുന്നു. സ്നാനത്തോടുകൂടി നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി. അതേ, നാം ക്രൂശിൽ തറയ്ക്കപ്പെട്ടു എന്ന് ആ കൂട്ടായ്മ ആചരിക്കണ്ടേ? ഒന്ന് ആചരിക്കുമ്പോൾ അറിയാം അതിൻ്റെതായ സന്തോഷം എന്താണെന്ന്. എന്നെയും ക്രൂശിൽ തറച്ചു, ഞാനും കർത്താവിനോട് ക്രൂശിൽ കടന്നു മരിച്ചു. സ്നാനത്തോടുകൂടി ഇതെല്ലാ പൊരുളും നമുക്ക് അവകാശമാണ്. ഹല്ലേലൂയ. ഇതാ ക്രൂശോട് ഉയർത്തി 2 കള്ളന്മാരുടെ നടുവിൽ കള്ളനെ പോലെ തൂങ്ങിക്കിടക്കുകയാണ് നമ്മുടെ അപ്പൻ. 3 ആണികൾ ദുഷ്ടന്റെ പല്ലുകൾ വീഴ്ക്കട്ടെ, ദുഷ്ടന്റെ പല്ലുകൾ എന്നെ മുമ്പോട്ട് കടത്തിയിടുകയില്ല എന്ന് വാദിച്ച് മന്ത്രപാദം ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ എന്നെ തകർത്ത ദുഷ്ടപിശാച നിന്റെ തല തകർന്നുപോയി. നിന്റെ വാലിന്റെ ശക്തി മാത്രമാണ്. നിനക്കൊരു ചുക്കം ചെയ്യുവാൻ സാധ്യമല്ല. ഞങ്ങൾ യേശുവിന്റെ മക്കളാണ്. ആ ക്രൂശിൽ കിടന്ന് 3 ആണികൾ തൂങ്ങിക്കിടക്കുമ്പോൾ വേദന ഒന്ന് സങ്കല്പിച്ച് നോക്ക്. നിങ്ങളെയാണ് അങ്ങനെ 3 ആണികൾ തൂക്കിയിട്ടിരിക്കണമെന്ന് വെച്ചോ, ആ വേദനയുടെ പാരമ്യത ഒന്ന് സങ്കല്പിച്ച് നോക്ക്. ആമേൻ. ഹല്ലേലൂയ. ആ വേദനയുടെ പൂർണ്ണതയിൽ കിടന്നുകൊണ്ട് പറയുന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, എങ്കിലോട് ക്ഷമിക്കണം. അതാണ് സ്നേഹം. ക്രൂശിലെ സ്നേഹം. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. നമ്മളെ വേദനിപ്പിക്കുന്ന പീഡിപ്പിക്കുന്നവർക്ക് നമ്മൾ ഇങ്ങനെ കർത്താവേ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. അയൽവക്കക്കാർ നിന്നെ ഉപദ്രവിക്കുമ്പോൾ, നിന്റെ സഹോദരങ്ങൾ നിന്നെ വേട്ടയാടുമ്പോൾ, ചാർച്ചക്കാർ നിന്നെ ഉപദ്രവിക്കുമ്പോൾ അവർക്ക് വേണ്ടി കർത്താവേ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ കർത്താവേ. ഒന്ന് പറഞ്ഞാട്ടെ, അയൽവക്കക്കാർക്ക് വേണ്ടി ഒന്നിങ്ങനെ പറഞ്ഞാട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞാൽ വെളിയിലേക്ക് ഒരു വിടുതലുണ്ട്. ക്രൂശിൽ കിടന്ന് കർത്താവ് പറഞ്ഞത് തന്നെയാണ്. തന്നെ ക്രൂശിൽ തറച്ച, കുന്തം കൊണ്ട് കുത്തിയ, തന്നെ 30 ചാട്ടവാറിൽ ഏൽപ്പിച്ച പടയാളികളെ ഓർത്ത്, അല്ലെങ്കിൽ ആ യഹൂദന്മാരെ ഓർത്ത് കർത്താവ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന്. നമ്മൾ ആരാ?
അപ്പന്റെ മക്കളെ തൊട്ടാൽ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അവരോട് ക്ഷമിക്കാൻ പ്രാർത്ഥിക്കുക. അയൽപക്കക്കാർക്ക് വേണ്ടി, ബന്ധുക്കൾ, ചാർച്ചക്കാർക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവെ അവരോട് ക്ഷമിക്കണമേ. യേശുവെ ഹൃദയം കൊണ്ട് യേശുവെ അവരോട് ക്ഷമിക്കണമേ. ഇതാ കർത്താവ് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് സകലതും നിവൃത്തിയായി ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ തന്റെ പ്രാണനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ നിർജീവമായ ശരീരത്തിൽ ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തി രക്തം ചോർത്തിക്കളഞ്ഞു. അവസാനത്തിൽ രക്തവും ശരീരം ശേഷം ജലവുമെല്ലാം ഭൂമിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഭൂമി വിറച്ചു. യേശുവിന്റെ രക്തം ഭൂമിയിൽ വീണപ്പോൾ, 2000 വർഷങ്ങൾക്ക് മുമ്പ് രക്തം ഭൂമിയിൽ വീണപ്പോൾ ഭൂമി കിടുകിടെ വിറച്ചു. പാറകൾ പൊട്ടി, തിരശ്ശീല രണ്ടായി ചീന്തിപ്പോയി. സൂര്യൻ കണ്ണടച്ചു. ആർക്കും കാണുവാൻ സാധിക്കാത്ത മഹാസംഭവമാണ്. സ്വർഗത്തിലെ പിതാവ്, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം വേഷത്തിൽ മനുഷ്യനായി വന്ന ഒരു യാഗമായി തീർന്നു. യെസ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെയും നിന്റെയും രക്ഷയ്ക്ക് വേണ്ടി. ആ രക്ഷ നമുക്കിപ്പോൾ സൗജന്യമാണ്. വിശ്വസിക്കുന്ന ഏവർക്കും ഇപ്പോൾ സൗജന്യമാണ്. ആ ക്രൂശിലേക്ക് നോക്കാം. 3 ആണികൾ തൂങ്ങിക്കിടന്നുകൊണ്ട് വേദന അനുഭവിച്ച ശരീരത്തിന്റെ ആ ലക്ഷ്യം നിറവേറാൻ തക്കോണം ക്രൂശിന്മേൽ കാണുന്ന സ്വർഗത്തിയിറങ്ങട്ടെ. ശക്തികൾ പിന്തിരിയട്ടെ. ശക്തികൾ ക്ഷുദ്രശക്തികൾ പിന്തിരിയട്ടെ. യുഗത്തിന്റെ അവികേറുകൾ പൊട്ടിത്തകരട്ടെ. അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ. സ്വർഗത്തിയിറങ്ങട്ടെ. പാവത്തെ ഒരിക്കലുമില്ല. നമുക്കൊരു പ്രതിജ്ഞ ചെയ്യാം. ദൈവത്തിന്റെ പൈതലായി ഞാൻ ജീവിക്കും. പാപവഴികൾ നിൽക്കില്ല. പരിഹാസികളെ ഇവിടെ വിധിക്കില്ല. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കില്ല. പിന്നെ എന്ത് ചെയ്യും? അവന്റെ ന്യായപ്രമാണത്തെ, അവന്റെ വചനത്തെ ധ്യാനിച്ച് വചനപ്രകാരം, വചനം എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കാമെന്ന് നിങ്ങളൊരു പ്രതിജ്ഞ ചെയ്താട്ടെ. വചനത്തിൽ നിന്ന് കടുകിട വ്യതിചലിക്കില്ല. വചനപ്രകാരം യേശുവേ, വചനം എന്ത് പറയുന്നു? ആ ക്രൂശിലേക്ക് നോക്കി വചനം എന്ത് പറയുന്നു കർത്താവേ, അതനുസരിച്ച് ഞങ്ങൾ ജീവിക്കും.
ഭാവിയുടെ വഴി നിൽക്കില്ല കർത്താവ്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. ഇതാ ദൈവിക ദൈവസ്ഥിതി വ്യാപരിക്കുക എൻ്റെ ജീവിതത്തിന് മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേലൊക്കെ ഈ ദൈവശക്തിയുടെ വലിയ വ്യാപാരം ഏറ്റുപറ. ഞങ്ങൾ ഇനി വചനം വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് തിരിയില്ല കർത്താവ്. വചനമാണ് ഞങ്ങളുടെ വഴികാട്ടി. വചനം എന്ന് പറയുന്നത് ഞങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാണ്. സമർപ്പിച്ചു കൊടുക്കുക പൂർണ്ണ ഹൃദയത്തോടെ. ഹൃദയം നുറുങ്ങിയവനെ യഹോവ സമീപസ്ഥൻ. ചിലരോടൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. വചനപ്രകാരം നിന്റെ നാവിനെ നിയന്ത്രിച്ചാൽ നിനക്ക് ഞാനൊരു വിടുതൽ തരും. നാവിനെ നിയന്ത്രിക്കണം. ആമേൻ. കുടുംബത്തിൽ ഭാര്യയോടായാലും മക്കളോടായാലും ആമേൻ അതിക്രമിച്ച് സംസാരിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. അതിക്രമിച്ച് സംസാരിക്കരുത്. ശാന്തമായി സൗമ്യമായ ഭാഷയിൽ സംസാരിക്കാവൂ. അത് മുഖാന്തരം അനുഗ്രഹം നിനക്ക് വരുവാൻ കൊണ്ടുമിടയാണ്. ഹല്ലേലൂയ. ഇതാ ആ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. വിളങ്ങി മരിച്ച് ആമേൻ നിർജ്ജീവമായി കിടക്കുന്ന കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തം, ആമേൻ ഭൂമിയെ കിടുകിട വിറപ്പിച്ച രക്തം, പിശാചിനെ തലതകർത്ത രക്തം. അവർ കുഞ്ഞാട് രക്തത്താലും തങ്ങളുടെ സാക്ഷ്യം പിശാചിനെ ജയിച്ചു. യെസ്, ഞങ്ങൾ ജയശ്രീലാളിതരാണ്. ഇതാ പടയാളികൾ അവരുടെ ശരീരം ക്രൂശിൽ നിന്നിറക്കി അരിമത്യായ യോസേഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് എൻ്റെ യേശു എൻ്റെ പിതാവ് ഉയർത്തെഴുന്നേറ്റു. അതെ, അവൻ മരണത്തെ ജയിച്ചവൻ. അവനൊരു ചത്ത ദൈവമല്ല, അവൻ ജീവനുള്ള ദൈവം. ഇന്നും നമ്മുടെ മുമ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം. 40 ദിവസം ഈ ഭൂമുഖത്തുണ്ടായിരുന്നു. 40-ാം ദിവസം ഒരു മലയിൽ വെച്ച് ശിഷ്യന്മാർ കാണെ സ്വർഗത്തിലേക്ക് അടക്കപ്പെട്ടു. ഇപ്പോൾ സ്വർഗത്തായിരിക്കുന്നു എൻ്റെ കർത്താവ്. ആമേൻ. തൻ്റെ ഭക്തന്മാരുടെ അവസ്ഥകൾക്ക് നീക്കുപോക്ക് നൽകുന്ന ദൈവം ഇതാ തൻ്റെ പരിശുദ്ധാത്മാനെ ഭൂമിയിലേക്ക് അയച്ചു. 50-ാം ദിവസം മർക്കോസിന്റെ മാളിക മുറിയിൽ ഈ നാമ്പുകളുടെ രൂപത്തിൽ ഇറങ്ങിയതായ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മുടെ തലയ്ക്ക് മുകളിൽ ജ്വലിക്കുവാൻ തക്കവണ്ണം ആമേൻ ശക്തനാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഈ നാമ്പുകളുടെ രൂപത്തിൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ ആമേൻ. മർക്കോസിന്റെ മാളിക മുറിയിലെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ വരണം. ഹല്ലേലൂയ. ഞാൻ കാണുന്നു ആ തീജ്വാല. ഞാൻ ആ തീജ്വാല കാണുന്നു. മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങിയ തീജ്വാല ശക്തി, പരിശുദ്ധാത്മ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും മേൽ തലയ്ക്ക് മുകളിൽ ഇറങ്ങി വന്ന് നമ്മളെ ശക്തരാക്കട്ടെ. അവനെന്നെ ശക്തനാക്കുവാൻ ഞാൻ സകലത്തിലും മതിയായ യെസ് ആ പരിശുദ്ധാത്മ നിങ്ങൾ ഹൃദയത്തിലാക്കിയിട്ട് ശക്തി ലഭിച്ചിട്ട് ലോകത്തിന്റെ അറ്റത്തോളം പോകുവാനുള്ള ദൈവശക്തി പരിശുദ്ധാത്മ ശക്തി ഓരോരുത്തരുടെ മേൽ ഈ നാമ്പുകളുടെ രൂപത്തിൽ ഇറങ്ങട്ടെ. റിസീവ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മനാൽ സകലരും നിറയപ്പെടുവാനിടയാകട്ടെ. റിസീവ്. ഇപ്പോൾ ആ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ആ ദൈവശക്തി ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും ശാപങ്ങളും എല്ലാം ക്രൂശിൽ പകർത്തപ്പെട്ടു, ക്രൂശിലേക്ക് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. 6 മണിക്കൂർ സമയം ഭൂമിയാടിയ കർത്താവിന്റെ മേൽ സകല ശാപങ്ങളും മാറിപ്പോയി. ചുമന്നഴിച്ച ക്രൂശിന്മേൽ സകല ഭാരങ്ങളും മാറിപ്പോയി. അവന്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴിയും. നാം അവന്റെ രക്തത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നു. യെസ്, ഒരു പൂർണ്ണ ശുദ്ധീകരണം, ഒരു പൂർണ്ണ സമർപ്പണം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവെ ഈ ഉപവാസത്തിന്റെ ആദ്യ ദിവസം ആദ്യ സെഷൻ നിങ്ങൾ പരിശുദ്ധാത്മ നിറയട്ട് കർത്താവെ. പരിശുദ്ധാത്മ നിറയട്ട് കർത്താവെ. വാഗ്ദത്ത പരിശുദ്ധാത്മനെ ഞങ്ങളുടെ മേൽ പകർന്നു തരണം. കുറവുകൾ ക്ഷമിക്കണം കർത്താവെ. യെസ്, സകലരുടെ മേലും ദൈവശക്തി. കാരണം നാം ഒന്നും ഇല്ലാത്തവർ. ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒന്നുമില്ല എങ്കിലും എല്ലാം ഉള്ളവരെ പോലെയാകുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി വരട്ടെ. പാപം ചെയ്യരുത്, മേലിൽ പാപം ചെയ്യരുത്. ദൈവശക്തി നിങ്ങളുടെ മേലൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേ യാത്രയിലായിരുന്നു കുഞ്ഞുങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇന്ന് ആരാധനയ്ക്ക് വരാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്ന തൊഴിൽ ചെയ്യുന്ന എല്ലാവരുടെ മേലും ഈ ദൈവശക്തി പകരപ്പെടട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നി ജ്വാലയായിട്ട് ഇവിടെ ഞാൻ കാണുന്നു. ഭാവി ദൈവമേന്റെ കുഞ്ഞുങ്ങളെല്ലാം ബലപ്പെടുത്തണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ദൈവത്തെ പ്രേരിപ്പിക്കുന്നവർക്ക് ശബ്ദമുയർത്തി ഉപവാസത്തിന്റെ ആദ്യത്തെ ദിവസം ഇത്രത്തോളം നടത്തി ആമേൻ. ആ ശക്തിക്കായിട്ട് പൂർണ്ണ സമർപ്പണത്തോടുകൂടെ പൂർണ്ണ ബലം പ്രാപിക്കുക. ശേഷം 2 ദിവസങ്ങളിൽ ദൈവത്തിന്റെ അത്യുന്നതമായ ശക്തിയുടെ മറവിൽ നാം ആയിരിക്കേണ്ടത്. 3-ാം ഞായറാഴ്ച തിരുമേശയിൽ നിങ്ങൾ ബലപ്പെടുവാൻ തക്കണം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അത്യുന്നതമായ ശക്തി നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. ആമേൻ. ആ ശക്തി പ്രാപിച്ചോ, ആ ശക്തി ലഭിച്ചവർക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. സഹോദരന്മാർ പ്രാർത്ഥിക്കുന്നത് സഹോദരന്മാർ വേഗം പ്രാർത്ഥിക്കാം. ആമേൻ.
അവിടുത്തെ സ്വന്തപാട് അവിടെ ഞങ്ങൾക്ക് മരിച്ചുണ്ടാകും. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ശാപങ്ങളും പാപങ്ങളും എല്ലാം അവിടെ വഹിച്ചു. ദൈവമേ, ഞങ്ങളെ നയിക്കുവാൻ